അപ്പൊ ഈ നമ്മള് കോക്രോച്ചിന്റെ ലൈഫ് സൈക്കിൾ ആണ് നോക്കാൻ പോകുന്നത്. Okay. Does the offspring of a cockroach look like that the cockroach itself? What are the difference? അപ്പൊ എന്താണ് എഗ് മാറിയിട്ട് nymph ആവും, nymph മാറിയിട്ട് full grown cockroach ആവും. അപ്പൊ എന്താണ് എഗ് മാറിയിട്ട് നേരിട്ടിട്ട് full grown cockroach ആയിട്ട് മാറല്ല, അതിന്റെ ഇടയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് nymph. Nymphs goes through different stages of growth and becomes a fully grown cockroach. അപ്പൊ എന്താണ് ഈ nymph പല സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് ഒരു fully grown up ആയിട്ടുള്ള ഒരു cockroach ആയിട്ട് മാറുന്നത്. During the stages, the nymph sheds its outer shell many times. അപ്പൊ പല പല സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് അതിന്റെ ഔട്ടർ ഷെല്ല് അത് പല സമയത്തും പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും ഇങ്ങനെ ഷെഡ് ചെയ്തിട്ട് കളയും. The worm hatched from the eggs of the insects eat leaves and other plant parts. എന്താണ് ഈ worms എഗ്ഗിൽ നിന്ന് ഉണ്ടാവുന്ന worms ഈ ലീവ്സും അതുപോലെ ബാക്കിയുള്ള പ്ലാന്റിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഭക്ഷിക്കുക. Thus many such worms adversely affect farming. അപ്പൊ ഇങ്ങനെ എന്താണ് കൂടുതൽ ഇതിങ്ങനെ ഭക്ഷിക്കുമ്പോൾ ഇതെന്താവും ഫാമിങ്ങിനെ എഫക്ട് ചെയ്യും. Farmers adopt many measures to keep such worms and pests away. അപ്പൊ ഇത്തരത്തിലുള്ള പെസ്റ്റുകളെയും wormsനെയും ഒക്കെ കളയാൻ വേണ്ടിയിട്ട് എന്താണ് കൃഷിക്കാര് ഓരോരോ മെത്തേഡ്സ് ഉപയോഗിക്കും. You can reduce pests if you grow marigold in between the crops. അപ്പൊ എന്താണ് ക്രോപ്സിന്റെ ഇടയിൽ നമുക്ക് ചെണ്ടുമല്ലി വളർത്തിയാൽ എന്താ നമുക്ക് ഈ പെസ്റ്റിന്റെ കൺട്രോൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. Okay. The chemical produced by the marigold keeps certain kinds of pests away. അപ്പൊ എന്താണ് ഈ മാരിഗോൾഡിന് certain chemicals produce ചെയ്യും. ഈ chemicals എന്താണ് പെസ്റ്റിനെ ഇങ്ങോട്ട് വരുന്നത് തടയും. Okay. Similarly, what are the other methods you know? Discuss. അപ്പൊ ഇത്തരത്തിലുള്ള വേറെ മെത്തേഡ്സ് ഏതൊക്കെയാണ്? നമുക്ക് നീം കേക്ക് പറയാം, അതുപോലെ ടൊബാക്കോ ഡിക്വേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്താല് ഇത്തരത്തിലുള്ള പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താ ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് എക്സാമ്പിൾസ് ഫോർ പെസ്റ്റ് ദാറ്റ് ഹാർംസ് ദ ക്രോപ്സ്. അപ്പൊ എന്താണ് ക്രോപ്സിനെ ഹാം ചെയ്യുന്ന ബാക്കി പെസ്റ്റിന്റെ എക്സാമ്പിൾ എഴുതാനാണ്. അപ്പൊ നമുക്ക് എഴുതാം യെല്ലോ സ്റ്റെം ബോർഡർ ലാർവ എഴുതാം, അതുപോലെ തന്നെ ബ്ലാക്ക് ബീൻ ആഫിഡ് ലീഫ് മൈനർ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി എന്താ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പൈസസ് ആണ്. അപ്പൊ ആദ്യത്തേത് ഏതാ ഏലക്കായാണ്, അപ്പൊ കാർഡമൻ, പിന്നെ പെപ്പർ കുരുമുളക്, ക്ലോവ്സ് എന്ന് പറഞ്ഞാൽ കരിയാമ്പൂ എന്നൊക്കെ ഇവിടെ പറയും, സിന്നമൺ എന്ന് പറഞ്ഞാല് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടില്ലേ അങ്ങനത്തെ ഒരു ഐറ്റം ആണ്. അപ്പൊ പല നാട്ടിലും പല പേരാണ് പറയാ. അപ്പൊ നമുക്ക് നോക്കാം. We often keep some spices along with grains when they are stored. അപ്പൊ എന്താണ് നമ്മള് ഈ എന്താണ് ഈ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെയായിട്ട് ചില സ്പൈസസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനാണ്? why? അപ്പൊ അതിന്റെ ആൻസർ ആണ് there strong odors which containing chemical components that can disrupt the pest. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള സ്പൈസസിൽ എന്താണ് കുറച്ച് കെമിക്കൽ കമ്പോണൻസ് ഉണ്ടായിരിക്കും. ആ കെമിക്കൽ കമ്പോണൻസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ മണം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇതിലേക്ക് ആക്രമിക്കാൻ വരുന്ന പെസ്റ്റിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. The chemicals produced by the plants to protect themselves from pests make them aromatic spices. അപ്പൊ അതിന്റെ ആൻസർ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ് the chemical produced by the plants to protect themselves from pests makes them aromatic spices. അങ്ങനെ aromatic spices നല്ല സ്മെൽ ഉണ്ടാക്കുമ്പോൾ എന്താണ് അതിങ്ങനെ ബാക്കിയുള്ള പെസ്റ്റിനെ ഒക്കെ കൺട്രോൾ ചെയ്യും. Do worms cause harm only? Listen to what they are saying. അപ്പൊ ഇത് harmness മാത്രമാണ് ഉണ്ടാക്കുക, നമുക്ക് നോക്കി നോക്കാം. There are many creatures that feed on us. They cannot exist without us. അപ്പൊ എന്താണ് ഞങ്ങളെ ഫീഡ് ചെയ്യാൻ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന
ഒരുപാട് ജന്തുക്കളുണ്ട്. അവർക്ക് എന്താണ് ഞങ്ങളില്ലാണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. We keep the surroundings clean by eating dead creature and food wastes. അപ്പൊ എന്താണ് ഞങ്ങള് ഈ ഡെഡ് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സും അതുപോലെ ഫുഡിന്റെ വേസ്റ്റും ഒക്കെ കഴിച്ചിട്ട് എന്താ സറൗണ്ടിങ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. The insect that grow from us pollinate many flowers. ഞങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ഇൻസെക്ട്സ് ആണ് കുറെ ഫ്ലവേഴ്സിനെ പോളിനേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇനി സ്മോൾ ഇൻസെക്ട്സ് ആസ് ഫുഡ്, അതും എന്താണ് എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, വായിച്ചു നോക്കുക. കളർഫുൾ ഇൻസെക്ട്സ്, അപ്പൊ എന്താണ് കുറച്ച് പൂമ്പാറ്റകളുടെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. ആദ്യത്തേത് എന്താണ് കോമൺ ഗ്രാസ് യെല്ലോ, അതായത് മഞ്ഞ പപ്പാത്തി എന്ന് പറയുന്ന ഇത് ഏതാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഈ യെല്ലോ കളറിൽ കാണുന്നത് അതാണ്. ഇനി കോമൺ ക്രോ, അതായത് അരളി ശലഭം. ഇനി സ്ട്രൈപ്ഡ് ടൈഗർ അഥവാ വരയൻ കടുവ, ബ്ലൂ മോഫോ ബട്ടർഫ്ലൈ, കോമൺ ജെസബിൽ, ദെൻ കൃഷ്ണശലഭം. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഈ ബട്ടർഫ്ലൈയുടെ പല ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മഞ്ഞപ്പാപ്പാത്തി. ഇനി ഇതെന്താണ് അരളി ശലഭം അഥവാ കോമൺ ക്രോ. ബ്ലൂ സ്ട്രൈപ്ഡ് ടൈഗർ എന്ന് പറയുന്നത് ടൈഗറിന്റെ പോലെയുള്ള ഷേപ്പ് അല്ലേ, കളറൊക്കെ. അപ്പൊ അതിന് നമുക്ക് സ്ട്രൈപ്ഡ് ടൈഗർ എന്ന് പറയാം. ദെൻ ഈ ബ്ലൂ കളർ ബ്ലൂ മോഫോ ബട്ടർഫ്ലൈ, ഇതാണ് വിലാസിനി, ദെൻ ഇത് കൃഷ്ണശലഭം. ഓക്കെ, ഇനി എന്താ ഇത്തരത്തിലുള്ള ബട്ടർഫ്ലൈസിന്റെ ഫോട്ടോ കൂടുതൽ കളക്ട് ചെയ്തിട്ട് ബുക്കിൽ ഒട്ടിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, some butterflies lay eggs on particular plants. The plants of these plants are the food of the butterfly larvae. അപ്പൊ എന്താണ് ചില ബട്ടർഫ്ലൈ അവരുടെ എഗ് എന്താ ചില പെർട്ടിക്കുലർ പ്ലാന്റ്സിൽ മാത്രമാണ് ഇടുള്ളൂ. ആ പ്ലാന്റ് പാർട്സ് ആണ് ഒരു ഭക്ഷണമായിട്ട് കഴിക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് ബട്ടർഫ്ലൈസിന്റെ പേരാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നരകശലഭം അഥവാ ലൈം ബട്ടർഫ്ലൈ, അരളി ശലഭം അഥവാ കോമൺ ക്രോ, വെള്ളിലത്തൊഴി അഥവാ ദ കമാൻഡർ, എറുക്കുതപ്പി, പ്ലെയിൻ ടൈഗർ. ഓക്കെ, ഇനി എന്താ for the survival of butterflies both nectar plants and host plants are necessary. അപ്പൊ എന്താണ് ഈ ബട്ടർഫ്ലൈന് സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ജീവിച്ചു പോരണം എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ആവശ്യമാണ്? നെക്ടർ പ്ലാന്റും അതുപോലെ ഹോസ്റ്റ് പ്ലാന്റും അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് അവർക്ക് ഫുഡ് കിട്ടുള്ളൂ. അതിന് അവർക്ക് എന്ത് ചെയ്യണം? നെക്ടർ പ്ലാന്റും വേണം, അതുപോലെ ഹോസ്റ്റ് പ്ലാന്റും വേണം. ബട്ടർഫ്ലൈസ് ഗെറ്റ് നെക്ടർ ഫ്രം ദ നെക്ടർ പ്ലാന്റ്സ്. അപ്പൊ ഈ ബട്ടർഫ്ലൈസിന് ആവശ്യമായിട്ടുള്ള തേൻ കിട്ടുന്നത് എവിടുന്നാണ്? ഈ തേനുള്ള പ്ലാന്റ്സിൽ നിന്നാണ്. അതുപോലെ the larva feed on the host plant. അങ്ങനെ എന്താണ് ലാർവ ഒരു ഫീഡ് ചെയ്യുക ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ്. A butterfly garden is the garden with both these kinds of plants. അപ്പൊ ഈ രണ്ട് കൈൻഡ് പ്ലാന്റ്സ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. ഇനിയാണ് മോത്സ്. മോത്സ് എന്ന് പറഞ്ഞാല് നിശാശലഭങ്ങൾ. അപ്പൊ നമ്മൾ നോക്കി നോക്കാം പിക്ചർ 8.8 കൂട്ടുകാരെ നോക്കുക. During which time do we see butterflies? Do we see them at night? What are their features? അപ്പൊ നമുക്ക് നോക്കി നോക്കാം. They are moths. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത്? moths. Unlike butterfly, most of them are not colorful. അപ്പൊ ഈ moths എന്താണ്? ഭൂരിഭാഗം പേരും കളർ ഒന്നും ഇല്ലാത്തതാണ്. Some moths have feather-like antennae. അപ്പൊ ചില മോത്സിന് എന്താണ് ഫെദറിന്റെ പോലെയുള്ള ആന്റന ഉണ്ട്. Silk is produced from the cocoon made by the larva of the kind of moth. അപ്പൊ ഈ മോത്തിൽ നിന്ന് ഉണ്ടാവുന്ന ലാർവയെന്നാണ് നമ്മൾ എന്ത് അതിൽ കൊക്കൂൺ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then blue tiger moth അഥവാ വെങ്കന നീലി. ജസ്റ്റ് ഇൻഫോർമേഷൻ ആണ് വായിച്ചു നോക്കുക. The world of small creatures. The world of small creatures എന്ന് പറഞ്ഞാല് ചെറുജീവികളുടെ ലോകം. How many of the small creatures are familiar to you? അപ്പൊ എന്താണ് നമുക്കറിയാവുന്ന ഒരുപാട് സ്മോൾ ക്രിയേച്ചേഴ്സ് ഉണ്ട് അല്ലെ. ആൻറ്റും അതുപോലെ എന്താ തേന്, അതുപോലെ ഹൗസ് ഫ്ലൈ,
ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ഇൻ ദ സയൻസ് ഡയറി. അപ്പൊ തന്നിരിക്കുന്നതിൽ എന്തൊക്കെ ഉണ്ട്? സ്പൈഡർ ഉണ്ട്, ആന്റ് ഉണ്ട്, സ്കോർപിയോൺ ഉണ്ട്, ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, വാസ്പ് ഉണ്ട്, സെന്റിപീഡ് ഉണ്ട്. Okay, ants are small creatures mostly found everywhere in our surroundings. Are all ants of the same kind? അപ്പൊ എന്താണ്? നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ചെറു ജീവിയാണ് അഥവാ ഒരു സ്മോൾ ക്രിയേച്ചർ ആണ് ആന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സറൗണ്ടിങ്ങിന് ചുറ്റുപാട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതെല്ലാം ഒരേ കൈൻഡ് ആന്റ് അല്ല, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആന്റ് ഉണ്ട്. ഓക്കെ, how many types of the ants do you know? അപ്പൊ എന്താണ്? ചില ആൻസിന്റെ ടൈപ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ചോളനുറുമ്പ് നമുക്കറിയാം, അതിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് യെല്ലോ ക്രേസി ആന്റ്. പിന്നെ ലിറ്റിൽ ബ്ലാക്ക് ആന്റ് ഉണ്ട്, വീവർ ആന്റ് ഉണ്ട്, ഫയർ ആന്റ് ഒക്കെ ഉണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ. Ants are small creatures living as a community. അപ്പൊ എന്താണ്? ആൻസ് എന്ന് പറയുന്നത് ചെറിയ ജീവികളാണ്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്ന ചെറിയ ജീവികളെയാണ് നമ്മൾ ആൻസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ colony of ants performing the task of laying eggs, collecting food and protecting from enemies. അപ്പൊ എന്താണ്? നമ്മൾ ആൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു കോളനി ആയിട്ട് അവരെപ്പോഴും ഒരുമിച്ചിട്ടാണ് ഉണ്ടാവുക. അതുപോലെ ചില ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യും, എഗ് ലേ ചെയ്യും, അതുപോലെ ഫുഡ് കളക്ട് ചെയ്യും, ദെൻ എനിമീസിന്ന് പ്രൊട്ടക്ട് ചെയ്യും. എന്താണ്? എനിമീസ് വരുമ്പോ അവര് കടിക്കും, അങ്ങനെ അവര് എനിമീസിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി എന്താ? വിങ്ഡ് ആന്റ് നമുക്ക് നോക്കാം. Now we can fly also. അപ്പൊ എന്താണ്? ഈ വിങ്ഡ് ആന്റിന് എന്ത് ചെയ്യാൻ പറ്റും? പറക്കാൻ കൂടെ പറ്റും. ഓക്കെ, വിങ്ഡ് ആന്റ്. ഓക്കെ, വിങ്ഡ് ആന്റ് ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്? ചിറകുള്ള ഉറുമ്പുകള്. Have you seen winged ant? Why do the wings grow? അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. Male and female ants that perform the reproductive function come out of their colonies with wings. They mate with male and female ants from mother colony and form new colonies. അപ്പൊ എന്താണ്? അവര് പുതിയ വേറെ കോളനിയിൽ നിന്ന് ആളുമായിട്ട് അല്ലെങ്കിൽ ആന്റുമായിട്ട് മെയ്റ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? അവർക്ക് വിങ്സ് ഉണ്ടാവുന്നത്. അപ്പൊ ആ വിങ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പറക്കാനായിട്ട് പറ്റും. Let's observe ants. നമുക്ക് ants ഉറുമ്പുകളെ ഒന്ന് നിരീക്ഷിച്ചു നോക്കാം. Shall we observe ants in our surrounding? What can be observed? അപ്പൊ നമുക്ക് കളർ, സൈസ്, ഹാബിറ്റേറ്റ്, ഫുഡ്, വേ ഓഫ് കളക്ടിങ് ഫുഡ്, മൂവ്മെന്റ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനെയാണ്? അവരെ കളർ വ്യത്യസ്ത തരത്തില് ഉള്ള ആൾക്കാരുണ്ട്, കളറിലുള്ള ആൾക്കാരുണ്ട്, സൈസിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഫുഡ്, അവരെന്താ വേ ഓഫ് ഫുഡിന്റെ കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവർ ഇങ്ങനെയൊക്കെ എല്ലാരും കൂടി ഒപ്പം ഒരു ലൈൻ പോലൊക്കെയാണ് പോവുക. ഓക്കെ, then how many other small creatures do you know that lives as a community? അപ്പൊ ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു കൂട്ടമായി ജീവിക്കുന്ന എത്ര ആൾക്കാരെ നിങ്ങൾക്കറിയാം? അപ്പൊ ഒന്ന് അവർ തന്നിട്ടുണ്ട്, ടെർമിറ്റ്സ്. ടെർമിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചിതലാണ്. അപ്പൊ ഇനി ബാക്കി നമുക്ക് ആൻസ് എഴുതാം, ഹണി ബി, വാസ്പ്, ഹൗസ് ഫ്ലൈ ഒക്കെ ഇവരെല്ലാവരും എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് താമസിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ദ ബോഡി ഓഫ് ഇൻസെക്ട്. ഇൻസെക്ടിന്റെ പ്രാണികളുടെ ശരീരം. ഒബ്സർവ് ദ ബോഡി പാർട്സ് സച്ച് ആസ് ആന്റിനി, ലെഗ്സ്, wings and eyes of the insects. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കുക. What are the characteristics of these parts? അപ്പൊ ഈ പാർട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഐസ് എങ്ങനെയാണ്? ഒരു മിനിറ്റ്. Okay, അപ്പൊ eyes എങ്ങനെയാണ്? A pair of large compound eyes that provide all round vision. അപ്പൊ eyes എന്ന് പറയുന്നത് റൗണ്ട് ആയിട്ടുള്ള വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി antenna എന്ന് പറയുന്ന പാർട്ട് എന്താണ്? A part of thread like antennae that are sensitive to touch and smell. ടച്ച് ചെയ്യാനും സ്മെൽ ചെയ്യാനും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു pair of thread ആണ്.
wings എന്ന് പറഞ്ഞാൽ എന്താ? Insects travel long distance quickly to find food and new habitats. അപ്പൊ പറക്കാനും അതുപോലെ food ശേഖരിക്കാനും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്താനും ഒക്കെ ഈ wings സഹായിക്കുന്നു. ഈ legs ആണെങ്കിൽ നമുക്ക് long distance jump ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നു. Do other insects also these characteristics? ഉണ്ടല്ലേ. ലോക്കസ്റ്റിനും ക്രിക്കറ്റിനും ഒക്കെ ഇതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇനി ഫിഷസ് ആണെങ്കിൽ ഇനി അടുത്തതാണ് ഫിഷസ്. ഫിഷസ് എന്ന് പറഞ്ഞാൽ you have learned the adaptation of fish for aquatic life. Having you, what are they? അപ്പൊ എന്തൊക്കെയാണ്? ഗിൽസ്, സ്ട്രീംലൈൻഡ് ബോഡീസ് ആണ്, ഫിൻസ് ഉണ്ട്, സ്ട്രീം ബ്ലാഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷിന്റെ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓരോ ഫീച്ചേഴ്സ്. Offsprings of fishes are hatched from eggs. In which months do fish lay eggs in our area? അപ്പൊ നമ്മുടെ ഏരിയയിൽ ഏത് മാസമാണ് ഈ ഫിഷ് മുട്ടയിടുക, എഗ്സിനെ ലേ ചെയ്യുക? നോക്കി നോക്കാം. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. Why is there a ban on trolling on the Kerala coast in June and July? Discuss with your friends. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജൂൺ ജൂലൈ സമയത്താണ് അവർ എഗ്സ് ഇടുക? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ മീൻപിടുത്തൊക്കെ ബാൻ ചെയ്യുന്നത്. Some fishes hatch their eggs inside their body. അപ്പൊ എന്താണ്? ചില ഫിഷസ് അവരുടെ ബോഡിക്കുള്ളിൽ തന്നെ ഫിഷിനെ ലേ ചെയ്യും, എഗ് ഇടും. അപ്പൊ അത്തരത്തിലുള്ള ഫിഷിന് എക്സാമ്പിൾസ് ആണ് ഷാർക്ക്, ഗപ്പി, സീഷോർ ഒക്കെ. ഓക്കെ. The fishes in the picture are familiar to you. ആരിന്റെ? അപ്പൊ എന്താണ്? നമുക്കറിയാം, ഒന്ന് മത്തിയും ഒന്ന് മുഷി. മുഷി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പാടത്തൊക്കെ കാണുന്ന ഒരു തരം മീനാണ്. അപ്പൊ അവരുടെ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്, മുഷി എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിലുള്ള ഫിഷും, സഡൈൻ അഥവാ മത്തി ചാള എന്നൊക്കെ പറയും, അതെന്താ? ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ഫിഷുമാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാം. അടുത്തത് എന്താ? ആംഫിബിയൻസ് നമുക്കറിയാം, ഉഭയജീവികൾ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഉഭയജീവികൾ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് പേരാണ് amphibians. Look, there are many fish in our water lily pond. They are not fish, they are tadpoles. അപ്പൊ എന്താണ്? അവ ഫിഷ് അല്ല, അവ വാൽമാക്രികളാണ്. വാൽമാക്രികളാണല്ലേ, അത് ഫിഷ് അല്ല, അത് വാൽമാക്രികളാണെന്ന് പറയാണ്. Then observe the life cycle of the frog. അതായത് തവളയുടെ ജീവിത ചക്രമാണ് കൊടുത്തിട്ടുള്ളത്. We can see many changes that the tadpole undergoes to attain full growth and become a frog. അപ്പൊ എന്താണ്? എഗ് ടാഡ്പോൾ ആയി, then അതിൽ നിന്ന് തവളയായി മാറുന്ന പല പല സ്റ്റേജസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. How do they breathe? Discuss and record your findings in your science diary. അപ്പൊ എങ്ങനെയാണ് ഈ ടാഡ്പോൾസ് ബ്രീത്ത് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. വെള്ളത്തിലും കരയിലും ഒക്കെ ഉണ്ടാവും അല്ലെ. ടാഡ്പോൾസ് ഹാവ് gills that help them breathe in water by absorbing the oxygen dissolved in water. എന്താണ്? വെള്ളത്തില് ഓക്സിജൻ പൊതുവെ ഡിസോൾവ് ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓക്സിജൻ അവർക്ക് എന്താ? ഈ ടാഡ്പോൾസിന് ഗിൽസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അവര് ബ്രീത്ത് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് എന്താണ്? ഈ തവളക്കൊക്കെ എന്താണ്? സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് ടെയിലുണ്ട്, വാലുണ്ട്. ഓക്കെ. ഇനി എന്താ? What the frog says. അപ്പൊ ഈ ഫ്രോഗ്സിനെ പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അവരെന്താണ് പറയുന്നത് എന്നാണ് നോക്കുന്നത്. The first phase of our life cycle is completely in water. അപ്പൊ ടാഡ്പോൾസ് ഒക്കെ ആകുമ്പോഴുള്ള അവരുടെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ്ലി വാട്ടർ ആണ്. ഞങ്ങൾക്ക് എന്താണ്? സ്പൈൻസ് ഉണ്ട്. When we are fully grown, we live in both land and water. ഞങ്ങൾ നന്നായിട്ട് fully grown up ആയാല് ഞങ്ങൾക്ക് എന്താ? വെള്ളത്തിലും കരയിലും ഒക്കെ ജീവിക്കാൻ പറ്റും. ഞങ്ങൾ ആംഫിബിയൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആംഫിബിയൻസിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം. Amphibians are a class of animals that have spine and can live both land and water. അപ്പൊ ആംഫിബിയൻസ് എന്ന് പറഞ്ഞാല് ഒരു ക്ലാസ് ഓഫ് ആനിമൽസ് ആണ്. അതിന് സ്പൈൻ ഉണ്ട്. അതിന് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിലും കരയിലും ജീവിക്കാനായിട്ട് സാധിക്കും. Many amphibians such as frogs undergo a metamorphosis. അപ്പൊ എന്താണ്? ചില ഫ്രോഗ്സ് ഒക്കെ എന്താണ്? മെറ്റാമോർഫോസിസ് കാണിക്കും. അപ്പൊ മെറ്റാമോർഫോസിസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം.
അത് പഠിച്ചതൊന്നും അവിടെ തന്നെ ഇട്ട് പോകരുത്, സംശയമുള്ളപ്പോ നോക്കണം. ഓക്കെ, മെറ്റാമോർഫോസിസ് ഒക്കെ നമ്മൾ നോക്കിയതാണ്. They begin life in water and live on land as adults. അപ്പൊ ലൈഫിൽ വെള്ളത്തിൽ വെച്ചിട്ടാണ് അവരവരുടെ ജീവിതം തുടങ്ങുക. പിന്നെ adults ആയ അവർക്ക് രണ്ട് സ്ഥലത്ത് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് Caecilians are another type of amphibians found in Kerala. അപ്പൊ കേരളത്തില് കുരുടിപ്പാമ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അപ്പൊ അതാണ് വേറൊരു ടൈപ്പ് ആംഫിബിയൻ ആണ്. ബ്ലൈൻഡ് സ്നേക്സ് അഥവാ കുരുടി എന്നാണ് അതിനെ പറയുക. Their eyes are covered with transparent skin. അപ്പൊ അവരുടെ ഐസ് ഒക്കെ എന്താണ്, ട്രാൻസ്പാരന്റ് സ്കിൻ വെച്ച് കവർ ചെയ്തിട്ടുള്ളതാണ്. They are often mistaken for snakes. അപ്പൊ എന്താണ്, പാമ്പാണെന്ന് ഇവരെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ റെപ്റ്റൈൽസ്, ഇഴഞ്ഞു പോകുന്ന ജീവികളില്ലേ, അവയെയാണ് നമ്മൾ റെപ്റ്റൈൽസ് എന്ന് പറയുക. അപ്പൊ നമുക്ക് നോക്കാം. We all lay eggs and hatch our offspring. അപ്പൊ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും, എഗ്സ് ലേ ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, hatch our offspring. Look at the picture of some of the creatures found in area. Try to identify them. അപ്പൊ ഇവരുടെ പേരൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്നേക്ക് ഉണ്ട്, ലിസാർഡ് ഉണ്ട്, സ്കിങ്ക് ഉണ്ട്, then tortoise ഉണ്ട്, crocodile ഉണ്ട്, calotus ഉണ്ട്, monitor lizard ഒക്കെ ഉണ്ട്. What are the common characteristics of these creatures? അപ്പൊ ഈ ക്രിയേച്ചേഴ്സിന്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അപ്പൊ ഒന്ന് അവർ തന്നിട്ടുണ്ട്, പ്രൊഡ്യൂസ് ഓഫ് സ്പ്രിങ്സ് ഫ്രം എഗ്സ്. അപ്പൊ ഇനി നമുക്ക് എഴുതാം, എല്ലാ റെപ്റ്റൈൽസിനും സ്കെയിൽസും അതുപോലെ സ്ക്യൂട്സും ഉണ്ട്. പിന്നെ എന്താണ്, ബാക്ക് ബോണും ഉണ്ട്. ഇനി സ്നേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നമുക്ക് നമ്മുടെ ഏരിയയില് നമുക്ക് അറിയാവുന്ന സ്നേക്സ് ആണ് വൈപ്പർ, കോബ്ര, കോമൺ ഫ്രൈറ്റ് ഒക്കെ. അപ്പൊ വൈപ്പർ മാത്രമാണ് അവർ തന്നിട്ടുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ എഴുതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. All these snakes venomous? What are the non-venomous snakes? അപ്പൊ ഇതിനൊക്കെ വിഷമുണ്ടോ? നോൺ വെനോമസ് ആയിട്ടുള്ള സ്നേക്സ് ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക് ബോബ് സ്നേക്കും റാറ്റ് സ്നേക്കും നമുക്ക് എഴുതാം. ഇനി വെനോമസ് അഥവാ വിഷമുള്ള സ്നേക്സിനെയാണ് പറയുന്നത്. അപ്പൊ അതാണ് എന്ത്, കോബ്ര, കിങ് കോബ്ര, കോമൺ ക്രേപ്പ്, റുസൽസ് വൈപ്പർ, ഡീപ് സീ സ്നേക്ക് ഒക്കെ എന്താണ്, വിഷമുള്ള വെനോമസ് ആയിട്ടുള്ള സ്നേക്സ് ആണ്. അപ്പൊ കോബ്ര നോക്കുകയാണെങ്കിൽ expanded hood, 2 interconnected rings at the back of the hood, 2 wide bands across below the neck. ഓക്കെ, അപ്പൊ പിക്ചറിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മൾക്ക് ഈ പിക്ചർ ഫെമിലിയർ ആണ്. ഇനി കിങ് കോബ്ര ആണെങ്കിൽ മാർക്ക് വിസിബിൾ ഓൺ ദ ഹൂഡ്. ഹൂഡുമ്പോ എന്താണ്, മാർക്സ് ഉണ്ടായിരിക്കും. ലെങ്ത് എന്ന് പറയുന്നത് അപ് ടു 5 മീറ്റർ ആണ്, 5 മീറ്റർ വരെയാണ്. ബാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോഡി, ബോഡിയിൽ എന്താണ്, ഇങ്ങനെ ബാൻഡ്സ് ഉണ്ട്. ഡാർക്ക് ബ്ലാക്ക് കളർ ഓഫ് ദ ടെയിൽ, ടെയിലിന്റെ കളർ എന്ന് പറഞ്ഞാല് ബ്ലാക്ക് കളർ ആണ്. ഇനി കോമൺ ക്രൈറ്റിന്റെ ആണ് വിസിബിൾ വൈറ്റ് ബാൻഡ്സ് അക്രോസ് ദ ബോഡി, ഡീപ് ബ്ലാക്ക് കളർ ആയിരിക്കും. അപ്പൊ ഡീപ് ബ്ലാക്ക് കളറിന്റെ മേലെ വൈറ്റ് ലൈൻസ് വിസിബിൾ ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഈ റുസൽസ് വൈപ്പർ ലാർജ് ട്രയാങ്കിൾ ഷേപ്പ് ഹെഡ് ആണ്, അതുപോലെ ടെയിൽ ലൈക്ക് ഓവൽസ് ഓൺ ദ ബോഡി. ഇനി ബീക്ക്ഡ് സീ സ്നേക്ക് ആണെങ്കിൽ the tail is broad and shaped like an oar, dark rings on the body. Most of the snakes are non-venomous. Only 5 species of snakes found in Kerala are venomous. അപ്പൊ എന്താണ്, പൊതുവെ എല്ലാ സ്നേക്സും വിഷമില്ലാത്ത നോൺ വെനോമസ് ആയിട്ടുള്ള സ്നേക്ക് ആണ്. നമ്മുടെ കേരളത്തിലുള്ള 5 തരം സ്പീഷീസ് മാത്രമാണ് വിഷമുള്ളത്. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്, അപ്പൊ സ്നേക്ക് ബൈറ്റ് സംഭവിച്ചാൽ നമുക്ക് നോക്കാം. Do not injure the bite site or try to suck out the venom. അപ്പൊ ആ വിഷം എന്താ, ഇങ്ങനെ സക്ക് ചെയ്യാൻ നോക്കരുത്. Don't panic the bitten person. അപ്പൊ ഈ കടിയേറ്റ ആളിനെ എന്താ, പേടിപ്പിക്കാൻ നിൽക്കരുത്. Console and help them stay calm. അപ്പൊ അവരെന്താ, calm ആയിട്ട് നിർത്താനായിട്ട് നോക്കുക. Then അവരെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. Discuss the ecological importance of snakes and prepare a note.
അപ്പൊ എന്താണ് ഈ സ്നേക്സിനെ കുറിച്ച് നോട്ട് എഴുതാണെങ്കിൽ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. they have balanced food chain. അപ്പൊ അവരാണ് നമ്മുടെ food chain ബാലൻസ് ചെയ്യുന്നത്. they control unbalanced increase of prey. അപ്പൊ എന്താണ് ഈ prey ഒക്കെ ഇങ്ങനെ കൂടുമ്പോ അവരെ ഇൻക്രീസ് ചെയ്യുന്നത്, അവരെ കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. they eat rodents which spread diseases. അപ്പൊ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്ന റോഡൻസിനെ അവർ കഴിക്കുന്നുണ്ട്. their venom എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ പർപ്പസസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഈ feathered friends, characteristics of feathers ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് characteristics of feet, characteristics of beak, food, size, color of the bird. അപ്പൊ നമുക്ക് ഒരെണ്ണം എഴുതാം, എന്ത് എഴുതാൻ പറ്റും, സൗണ്ട് എഴുതാനായിട്ട് പറ്റും. ഇനി mammals ആണ്. we have some common characteristics. can you say what are they? അപ്പൊ ഇവയ്ക്കൊക്കെ എന്താണ് ഈ തന്നിരിക്കുന്ന എല്ലാത്തിനും കുറച്ച് കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പൊ അത് എഴുതാണെങ്കിൽ നമുക്ക് എഴുതാം have, പിന്നെ ഇവർക്കൊക്കെ പിന്നുണ്ട്, then ഇവർക്കൊക്കെ 4 limbs ഉണ്ട്, then ഇവരൊക്കെ എന്താണ് ഇവരെ യങ് വണ്ണിന് ബർത്ത് ചെയ്യുന്നുണ്ട്. mammals are creatures that give birth and feed milk to their offsprings. അപ്പൊ എന്താണ് അവര് ബർത്ത് ചെയ്യും, then അവര് ഓഫ്സ്പ്രിങ്സിന് അവരെന്ത് ചെയ്യും, മിൽക്ക് ഫീഡ് ചെയ്യും. അപ്പൊ ഈ തന്നിരിക്കുന്നത് they are also mammals. ഈ തന്നിരിക്കുന്നതും എന്താണ് mammals ആണ്. whale, dolphin, bat, otter ഒക്കെ എന്താണ് mammals ആണ്. whale, dolphin are marine mammals. അപ്പൊ whaleഉം dolphinഉം എന്താണ് marine mammals ആണ്. bat is a flying mammal. bat എന്ന് പറയുന്നത് പറന്ന് നടക്കുന്ന ഒരു മാമൽ ആണ്. otter can live both land and water. അപ്പൊ ഓട്ടറിന് എന്താണ് വെള്ളത്തിലും കരയിലും ഒക്കെ ജീവിക്കാൻ പറ്റും. they all give birth to offsprings and feed them. ഇവരൊക്കെ എന്ത് ചെയ്യും, യങ് വണ്ണിനെ ബർത്ത് ചെയ്യും, അവരെ ഫീഡ് ചെയ്യുകയും ചെയ്യും. the body have fur. ഇവരുടെ ബോഡിക്ക് എന്തുണ്ടാവും, ഫർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്താ ചില മാമൽസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മാമൽസ് ആണ്. അപ്പൊ ഇവരുടെ ഉപയോഗം എന്ന് പറയാ, ഇവർക്ക് മീറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും, മിൽക്കിന് വേണ്ടിയിട്ടും ക്ലോത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. Okay, even though domestic animals are helpful to us, sometimes humans get diseases from them. ചിലപ്പോൾ എന്താണ് അവരിൽ നിന്ന് നമുക്ക് ഡിസീസസ് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഡിസീസസിന് എക്സാമ്പിൾ ആണ് റാബിസ്, അതുപോലെ ടോക്സോപ്ലാസ്മോസിസ്, കാറ്റ് സ്ക്രാച്ച് ഡിസീസസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ഇതൊക്കെ വരാണ്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വാക്സിനേറ്റ് ഡൊമസ്റ്റിക് ആനിമൽസ്. ഈ ഡൊമസ്റ്റിക് ആനിമൽസ് ഒക്കെ നമ്മൾ vaccinate ചെയ്യുക. treat immediately if there is any sign of illness. എന്തെങ്കിലും വയ്യാത്തതിന്റെ എന്തെങ്കിലും സൈന് കാണിച്ചാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, അവരെ അപ്പൊ തന്നെ ട്രീറ്റ് ആക്കാൻ നോക്കുക. ഓൾവേസ് വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ്. അപ്പൊ ഇത്തരത്തിലുള്ള ജീവികളുള്ള വീട്ടിലൊക്കെ എന്താണ് എപ്പോഴും കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. give separate plates to eat. അവർക്ക് എന്താ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് കഴിക്കാൻ കൊടുക്കുക. fishes, amphibians, reptiles, birds and mammals have spines. അപ്പൊ ആർക്കൊക്കെ സ്പൈൻസ് ഉണ്ടെന്ന് പറയുന്നത് ഫിഷസിനും ആംഫിബിയൻസിനും റെപ്റ്റൈൽസിനും ബേർഡ്സിനും മാമൽസിനും ഒക്കെ എന്തുണ്ട്, സ്പൈൻ ഉണ്ട്. extinct creatures. അപ്പൊ ഇനി നമുക്ക് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിയേച്ചേഴ്സിനെ നമുക്ക് നോക്കാം. many creatures that existed once on Earth have become extinct due to various reasons. അപ്പൊ എർത്തിലുള്ള ഉണ്ടായിട്ടുള്ള എല്ലാ ജീവികളും എന്താണ് എക്സ്റ്റിങ്ക്റ്റ് ആവും, അല്ലെ, ഇല്ലാണ്ടാവും. പല പല കാരണങ്ങൾ കൊണ്ടും ഇല്ലാണ്ടാവും. the cause of their extinction such as extreme cold, drought, meteorite fall, epidemics and volcanic eruptions are not under human control. അപ്പൊ മനുഷ്യന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡും വരൾച്ചയും അതുപോലെ ഓരോ പകർച്ചവ്യാധികളും വോൾക്കാനിക് എറപ്ഷനും ഒക്കെ മൂലമാണ് ഇവരുടെ എക്സ്റ്റിങ്ക്റ്റ് ഉണ്ടാവുന്നത്. however, by destroying their habitats, human also plays a major role in the extinction of creatures. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഹ്യൂമൻ കാരണമായിട്ടല്ല ഈ വോൾക്കാനിക് എറപ്ഷനും എപ്പിഡമിക്സും ഒക്കെ, പക്ഷെ അവരുടെ കാരണം കൊണ്ടും ഒരുപാട് ക്രിയേച്ചേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. Okay, what are the human activities that destroy the living condition of creatures?
these activities happening around you, discuss. The restoration of habitats is our responsibility. What could be done for this? Prepare suggestions. അപ്പോൾ എന്താണ് restoration habitat എന്ന് പറയുന്നത് എന്താ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? filling wetland, dredging rivers, moving field, using pesticides, deforestation ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് കേരളത്തിൽ നിന്ന് extinct ആയിട്ടുള്ള കുറച്ച് ജീവികളുടെ എക്സാമ്പിൾ ആണ് ടൈഗർ സ്പൈഡർ, ഫംഗോയിഡ് ഫ്രോഗ്, ഇന്ത്യൻ പെൻഗോളിൻ ഒക്കെ നമുക്ക് പറ്റും എക്സ്റ്റിൻറ്റ് ആയാൽ കണക്കൂട്ടാൻ പറ്റും. ക്രിയേച്ചേഴ്സ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. Look at the creatures in the picture. Barn owl, western blind snake, Indian star tortoise, serpent. അപ്പൊ ഇതൊക്കെ എന്താണ്? There are many misconceptions about this creatures. അപ്പൊ എന്താണ് ഈ തന്നിരിക്കുന്ന ക്രിയേച്ചേഴ്സിനെ കുറിച്ചിട്ട് കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. വാട്ട് പ്രോബ്ലംസ് ഡു സച്ച് മിസ്കൺസെപ്ഷൻ ക്രിയേറ്റ്? അപ്പൊ ഇത്തരത്തിലുള്ള കൺസെപ്ഷൻസ് എന്താണ്? എന്തൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും? ഫിനാൻഷ്യലി എക്സ്പ്ലോയിറ്റേഷൻ നടക്കും അല്ലെ. അതുപോലെ എന്താ ഈ ക്രിയേച്ചേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആവും. മാത്രല്ല ഇതൊക്കെ എന്താണ് ഹ്യൂമൻ ലൈഫിന് തന്നെ ഡേഞ്ചർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇനി നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന let us ask these questions നോക്കാം. അപ്പൊ ആദ്യത്തെ question, which all creatures that have the following characteristics and found around worlds of creatures കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താ do not have scales, have moist skin, live on both land and water. അപ്പൊ അത്തരത്തിലുള്ള ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് amphibians. Live in water, have scales, have fins that help them to move in water. Fishes ആണ്. Have scales on legs, have feathers, can fly. അപ്പൊ ഇത് വായിക്കുമ്പോ തന്നെ കിട്ടുന്നുണ്ട് അത് birds ആണ്. Exoskeleton, have six legs ഒക്കെ ഉള്ളത് insects ആണ്. പിന്നെ പറയുമ്പോ തന്നെ നമുക്ക് കിട്ടും mammals ആണ്. ഇനി എന്താ അടുത്ത രണ്ടാമത്തെ question, fish, amphibian, reptile ആണ്. അപ്പൊ എന്താ ക്രിയേച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. then അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. ഫിഷ് ആണെങ്കിൽ സ്കിൻ എന്താണ് പ്രൊട്ടക്റ്റഡ് ബൈ സ്കെയിൽസ് ആണ്. ബ്രീത്തിങ് ഗിൽസിൽ കൂടെയാണ്. ഹാബിറ്റേറ്റ് വാട്ടർ ആണ്. ഹാച്ചഡ് ഫ്രം എഗ്സ് ആണ്. ഇനി ആംഫിബിയൻ ആവുമ്പോ സ്കിൻ എന്ന് പറയുന്നത് മോയിസ്റ്റും സ്മൂത്തും ആണ്. ബ്രീത്തിങ് ലങ്സ്, സ്കിന്ന്, ഗിൽസ് വെച്ചിട്ടാണ്. ഹാബിറ്റേറ്റ് ലാൻഡും വാട്ടറുമാണ്. ഹാച്ച്ഡ് ഫ്രം എഗ്സ്. ഈ റെപ്റ്റൈൽ ആണെങ്കിൽ ഡ്രൈ ആൻഡ് സ്കെയിലി, ബ്രീത്തിങ് ലങ്സിലൂടെയാണ്. ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് ലാൻഡ് ആണ്. എഗ്സ് ആൻഡ് ഓഫ് സ്പ്രിങ്സ് ഫ്രം എഗ്സ് ആണ്. ഓക്കെ, ഇനി എന്താ അടുത്തത്? പസിൽ കംപ്ലീറ്റ് ചെയ്യാണ്. ടു ദ റൈറ്റിലേക്ക് ഒന്നാമത്തെ എന്ത് വരും? എ ബട്ടർഫ്ലൈ ഫൗണ്ട് ഇൻ അവർ ഏരിയ. ആദ്യത്തെ അക്ഷരം ഏതാണ്? ഇവിടെ തന്നിട്ടുണ്ട് വി ആണ്. അപ്പൊ ഏതാണ്? വിലാസിനി, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ നൊക്ടർണൽ ബേർഡ് ആണ്. അത് barn owl ആണ്. A fresh water mammal, otter ആണ്. An amphibian that looks like an earthworm or a snake. അത് ഏതിനെ കുറിച്ചിട്ടാണ്? സീസീലിയനെ കുറിച്ചിട്ടാണ്. The category of creatures which lizards, snakes and tortoise belongs to. ഏത് കാറ്റഗറി ആണ് ഇതൊക്കെ? reptiles ആണ്. larva of an insect, antlion ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.